ഈ സൺഡേ നമുക്ക് എങ്ങനെ സ്പെഷ്യൽ ആക്കാൻ പറ്റും? ഒരു ചിക്കൻ ബിരിയാണി ആയാലോ? നോക്കാം. ഒരാള് നല്ല പണിയിലാണ്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പം ആരും ഇത് പരീക്ഷിക്കരുതെന്ന് ആദ്യം തന്നെ പറയാണ്. ഇത് ഞങ്ങളുടെ ഒരു ചെറിയൊരു കുട്ടി ട്രയലാണ്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇനിയിപ്പം മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഇത് മാരിനേറ്റ് ചെയ്യുന്നത് വെച്ചാണ്. ആക്ച്വലി എനിക്ക് അറിയില്ല, ഞാൻ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആദ്യമായിട്ടൊക്കെ തന്നെ നോക്കാം, യൂട്യൂബ് ഒക്കെ നോക്കി ഞങ്ങള് ആ ഉപ്പ് എടുക്കുന്ന കണ്ടാൽ തന്നെ അറിയാലോ. ഫസ്റ്റ് ടൈമാ ചെയ്യുന്നത്. ഓക്കെ, ഇത് സക്സസ് ആയ ഇതിന്റെ റെസിപ്പി ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. കോഴിക്ക് അങ്ങനെ കിടപ്പുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. നോക്കാം. ഞങ്ങൾ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റാൻ പോവാണ്. ചതച്ചെടുക്കുകയോ അതല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്യുക. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് റിവ്യൂ ഒക്കെ കണ്ടിട്ട്. ഒരു തക്കാളി എങ്ങനെ വെട്ടണത്? കുഞ്ഞു കുഞ്ഞു പീസായിട്ടല്ലേ? ഓക്കെ, നമ്മള് മല്ലിയില. വളരെ ദുഃഖകരമായ ഒരു കാഴ്ചയാണ്. കോഴി കട്ട് ചെയ്ത് കരച്ചിലായി. ഏലക്ക 4 എണ്ണം. 4 ഏലക്ക. ഇതെങ്ങനെ എണ്ണിപ്പറക്കി എടുക്കും? ഇനി 4 എണ്ണം 3 എണ്ണം? ഗ്രാമ്പുണ്ട്, ഏലക്കുണ്ട്. ഇത് പക്ഷെ നമ്മുടെ കേരള പപ്പട. ഒരുവിധം ലുക്കും മണവും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്യാൻ പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ ബിരിയാണി ഇതാണ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് സെർവ് ചെയ്തിട്ട് എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ റെഡിയാക്കി. അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് വർക്കായിട്ടുണ്ട്. ഞങ്ങളുടെ സൺഡേ ലഞ്ച് ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഒരുപാട് ഇഷ്ടത്തോടെ.